ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നമ്മുടെ മെൽറ്റായി വരുമ്പോഴത്തേനും സെയിം കപ്പ് അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സിയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഗോതമ്പ് പൊടി നല്ല ഫ്രൈയിലാണ് ഈ ഹൽവയുടെ ടേസ്റ്റ്. അപ്പോൾ ആ ഗോതമ്പ് പൊടിയുടെ ഒരു റഫ്നെസ് ഒന്ന് പോയി കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഗോതമ്പ് പൊടി നന്നായിട്ട് സ്മൂത്തായി കിട്ടും. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നെയ്യിൽ. അപ്പോൾ നമ്മുടെ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സെയിം കപ്പ് അളവിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ്. ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഗോതമ്പ് പൊടിയുടെ ആ റോസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് റോസ്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ഹൽവ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഹൽവ നന്നായിട്ട് ഇതിൻ്റെ ലംസൊക്കെ പോയി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ആൽമണ്ട്സും കാഷ്നട്ടൊക്കെ പൊടിച്ചിടാം. ഞാനിപ്പോൾ പൊടിച്ചിടുന്നില്ല. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറച്ച് കാഡമം പൗഡർ, കുറച്ച് ഏലക്കായ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ കുറച്ച് ആൽമണ്ട്സ് പൊടിച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ എൻജോയ്.